ഹലോ. അപ്പോൾ എല്ലാ ദിവസത്തെയും പോലെ കട്ടൻ കുടിച്ച് തന്നെ സ്റ്റാർട്ട് ചെയ്തു. ചേട്ടനും കൊടുത്തു. പിന്നെ രാവിലെ ഫുഡ് ഉണ്ടാക്കാനുള്ള പ്രിപ്പറേഷനിലായിരുന്നു. അവിയലുണ്ടാക്കി, വെള്ളരിക്ക ഒഴിച്ചുകൂട്ടാനും ഉണ്ടാക്കി. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ചമ്മന്തിക്കറിയും ദോശയായിരുന്നു. പിന്നെ ഞാൻ ഡ്യൂട്ടിക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡിയായി ഇറങ്ങി ഡ്യൂട്ടിക്ക് ജോയിൻ ചെയ്തു. പിന്നെ അവിടെ നന്നായിട്ട് തിരക്കുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല തിരക്കുള്ള ദിവസം കൂടിയായിരുന്നു. ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാനുള്ള വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. വൈകുന്നേരം ആയപ്പോഴേക്കും ഞങ്ങൾ കട്ടൻ കുടിക്കാൻ വേണ്ടിയിട്ട് ക്യാൻറ്റീനിൽ പോയി കട്ടൻ കുടിച്ചു. പിന്നെയും ജോലി കഴിഞ്ഞിട്ട് വൈകുന്നേരം ഇറങ്ങിയ സമയത്ത് ഞാൻ പോകുന്ന വഴിക്ക് കുറച്ച് വെജിറ്റബിൾസൊക്കെ മേടിക്കാനുണ്ടായിരുന്നു. അതൊക്കെ വാങ്ങിച്ചു. പിന്നെ ചായക്ക് വേണ്ടിയിട്ട് സ്നാക്സ് വാങ്ങിച്ചു. വീട്ടിലെത്തി ചായ ഇട്ടു. പിന്നെ പക്കവടയും ചായയും കൂടി കുടിച്ചു. പിന്നെ ട്യൂഷനുള്ള പിള്ളേർ വന്നു. അങ്ങനെ അവർക്ക് ട്യൂഷനും എടുത്തു. നല്ല മഴയുള്ള ഒരു ദിവസം കൂടിയായിരുന്നു ഇന്ന്. എല്ലാം കഴിഞ്ഞിട്ട് നൈറ്റ് ആയപ്പോഴത്തേക്കും ഞാൻ മേടിച്ചുകൊണ്ട് വന്ന വരിക്കച്ചക്കയൊക്കെ ഞങ്ങൾ കഴിച്ചു. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ചക്കയായിരുന്നു. കുറേ നാളായി വരിക്കച്ചക്കയൊക്കെ കഴിച്ചിട്ട്. പിന്നെ നൈറ്റ് ഇപ്പോൾ ഫുഡിനുള്ള പ്രിപ്പറേഷൻസ് ആയിരുന്നു. അപ്പോൾ രാത്രി ദോശയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ദോശയ്ക്ക് കറിയായിട്ട് വെജിറ്റബിൾ കുറുമയാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തത്. അങ്ങനെ ഒക്കെ കട്ട് ചെയ്തു. വെജിറ്റബിൾ കുറുമയൊക്കെ ഉണ്ടാക്കാനുള്ള പ്രിപ്പറേഷനിലാണ്. പിന്നെ അടുത്ത നാളത്തേക്ക് രാവിലെ ചോറ് തിളപ്പിച്ചു. അങ്ങനെ അരി തിളപ്പിച്ചു വെച്ചു. പിന്നെ കുറുമ അപ്പോഴത്തേക്ക് റെഡിയായി. പിന്നെ ദോശ ചുട്ടു. പിന്നെ കാപ്പി കഴിച്ചു. പിന്നെ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ടാറ്റാ.